പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു സുഹൃത്തായ ഒരു ആ കുടുംബത്തിലെ രണ്ടുപേരും ഡോക്ടർമാരാണ്. എൻ്റെ കുടുംബ സുഹൃത്തുമാണ്. ആ കുടുംബത്തിൻ്റെ ഒരു ജീവിതാനുഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. ഈ 2 കുട്ടികളുടെ അപ്പനും അമ്മയും പ്രസിദ്ധമായ 2 ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. അവർക്ക് ദൈവം കൊടുത്ത 2 കുഞ്ഞുങ്ങളിലെ ഒരു കുഞ്ഞിന് വളർച്ചയിൽ ഇച്ചിരി കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അവരതിനെ പരിരക്ഷിച്ച് പരിപാലിച്ച് സന്തോഷത്തോടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അവർ കൃത്യമായിട്ടും എല്ലാ മാസവും കുടുംബസമേതം ഭാര്യയും ഭർത്താവും ഈ 2 മക്കളെയും കൂട്ടി ഒരു മാസം ഒന്നെങ്കിലും നിർബന്ധമായിട്ടും അരമണിക്കൂറെങ്കിലും എൻ്റെ മുറിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ ദൈവവചനവുമായിട്ടുള്ള സംശയങ്ങൾ തീർക്കാനും ഒപ്പം കൂടുതൽ ഉണർവും ശക്തിയും നേടി കയ്യിപ്പ് ശുശ്രൂഷ നേടി അവരുടെ ജീവിതത്തിൻ്റെ ശക്തിയാണതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നൊരു കുടുംബം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ സമയം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവർ 2 പേരും അറിവുള്ള വളരെ പ്രസിദ്ധി ആർജിച്ച ഡോക്ടർമാരാണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമായതെല്ലാം അറിവും ആരോഗ്യപരമായ പരിപാലനം എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് പോരാ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ആശീർവാദവും ഒരു പുരോഹിതൻ്റെ സാമീപ്യവും ഒരു പുരോഹിതനെ കൈപിശുശ്രൂഷയൊക്കെ വേണമെന്നുള്ള ആഗ്രഹത്താൽ മുടക്കം കൂടാതെ അവർ ഫോൺ വിളിച്ച് സമയം കണ്ടെത്തി അവർ വന്നു പോകുമ്പോൾ അതെൻ്റെയും ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചൊരു സംഭവമാണ്. കാരണം ഇത്രമാത്രം ദൈവം അനുഗ്രഹിച്ച കുടുംബം ഇന്നും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതൊക്കെ അഭിമാനമാണ്. ലോകത്തിന് മുമ്പേ അത് പ്രഘോഷിക്കുന്നത്, ലോകത്തിന് മുമ്പേ അത് സാക്ഷ്യം നൽകുന്നത്. കാരണം അങ്ങനെയുള്ളവരധികമില്ല, എന്നാൽ അങ്ങനെയുള്ളവരുണ്ട് താനും. അപ്പോൾ നമ്മുടെ ജീവിതവും ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവികാനീശോ സന്തോഷിക്കുക. ഇത് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ആത്മാവ് സഹായിക്കണം. ദൈവത്തിന് ആത്മാവിൻ്റെ കൃപ അവരിലുണ്ടാകണം. ആത്മാവാണ് അവരെ ശക്തിപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കേണ്ടത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-26 തിരുവചനം പറയുക, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതായത് ഈശോയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നതിനും ഈശോ നമ്മളിൽ വസിക്കുന്നതിനും നമ്മുടെ കുടുംബജീവിതം ഈശോയാൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമൊക്കെ നമ്മളെ സഹായിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നൽകുക. ആ പരിശുദ്ധാത്മാവാണ് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പ്രചോദനം തന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കുക. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ അഹങ്കാരമെല്ലാം മാറ്റി നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് അംഗീകരിച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോകാൻ പ്രചോദനം നൽകുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എളിമയുള്ളവരായിരിക്കും, വിശുദ്ധിയുള്ളവരായിരിക്കും, ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് സ്വീകാര്യരായിരിക്കും, ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളായിട്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളും രൂപപ്പെടണം. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ദൈവത്തെ മഹത്വം കൊടുത്ത് ഉയർത്തി സാക്ഷ്യം നൽകുവാനിടയാകണം ഈ കുടുംബത്തെ പോലെ. അത് നമുക്കിടയാകുന്നതിനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവികാനീശോയെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറയുന്നു. അങ്ങയുടെ ദൈവികാനത്തിൻ്റെ ആശീർവാദത്തെ ഞങ്ങൾ സമ്പന്നരാകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആശീർവാദത്തെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.